ഓക്കെ, അപ്പൊ നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? സബ്ട്രാക്ഷൻ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് ഇന്ന് രണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കാൻ സബ്ട്രാക്ഷന്റെ. അഡീഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ച ഓർമ്മയുണ്ടോ? അഡീഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? പഠിച്ചായിരുന്നോ? പഠിച്ചു. 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടീസ്. ഏതൊക്കെയായിരുന്നു? ആരാ പറഞ്ഞിരുന്നേ മിസ്സിന്? ഏതൊക്കെയായിരുന്നു അഡീഷന്റെ പ്രോപ്പർട്ടീസ്? ആരാ പറഞ്ഞിരുന്നേ? ഓക്കെ, ദേവാഞ്ജന പറഞ്ഞു. We can add two given numbers in any order. Their sum will remain the same. We can add three numbers by grouping them in any order. The sum in all the cases will remain the same. When 0 is added to a number or a number is added to 0, the sum is the number itself. 3 പ്രോപ്പർട്ടീസ് നമ്മൾ അഡീഷന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? We can add two given numbers in any order. രണ്ട് നമ്പേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. Second one, we can add three numbers by grouping them in any order. നമുക്ക് 3 നമ്പേഴ്സിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. Third one, when 0 is added to a number or a number is added to 0, the sum is the number itself. ഒരു നമ്പറിനോട് കൂടി നമ്മൾ 0 ആഡ് ചെയ്താലും 0നോട് കൂടി ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്താലും അതിന്റെ സം എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. ഈ 3 പ്രോപ്പർട്ടീസ് അഡീഷന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സബ്ട്രാക്ഷന്റെ രണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പേജ് നമ്പർ 86 എടുത്ത എല്ലാരും. പേജ് നമ്പർ 86. അതിൽ ഏറ്റവും താഴെ കണ്ടോ പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ? കണ്ടില്ലേ? ഹെഡിങ് കണ്ടില്ലേ? ബ്ലൂ കളറിലെ പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. ഓക്കെ, അതിന് താഴെ ഒരു 3 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എന്താ അത്? ഒബ്സർവ് ദി എക്സാമ്പിൾസ് ആൻഡ് fill in the difference were missing. ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു 3 ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് വൺ ആൻസർ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? 4839 മൈനസ് 4839. ഫസ്റ്റ് നമ്മള് വൺസിന്റെ പ്ലേസിലുള്ള 9ഉം 9ഉം ഡിഫറൻസ് കണ്ടുപിടിച്ചു, 0. പിന്നെ ടെൻസിന്റെ പ്ലേസിൽ 3 മൈനസ് 3 0. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 8 മൈനസ് 8 0. തൗസൻഡിന്റെ പ്ലേസിൽ 4 മൈനസ് 4 0. The difference is 0. Second question എന്താ? 6782 minus 6782. അതിന്റെ ആൻസർ ഒന്ന് അതിന്റെ താഴെ എഴുതി വെച്ച് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് 2 minus 2 0. 8 minus 8 0. 7 minus 7 0. 6 minus 6 0. അതിന്റെ ആൻസർ 4 0 എഴുതിയാലും ഒരു 0 ഈക്വൽ ആണ് അല്ലെ? 0ന് വാല്യൂ ഇല്ല നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എത്ര 0 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയാലും the answer is difference is 0. Then third one, 5346 minus 0. 6ന് 0 മൈനസ് ചെയ്താല് 6. 4 3 5. അതിനൊന്നും ഒന്നും മൈനസ് ചെയ്യാനില്ല. അത് അതേപോലെ ആൻസർ ആയിട്ട് എഴുതി. അപ്പൊ എത്ര ഡിഫറൻസ് വരുന്ന? 5346. ഈ 3 എക്സാമ്പിൾ നോക്കിയത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? 3 എക്സാമ്പിൾ നോക്കിയതില് ഡിഫറൻസ് കണ്ടുപിടിച്ചതിൽ എന്തെങ്കിലും മനസ്സിലായോ? എന്താ എബിൻ?
എബിൻ ആദ്യം എസ് പറഞ്ഞ മനസ്സിലായി. എന്താ മനസ്സിലായേ? ഏതെങ്കിലും ഒരക്കം ഒരേ നമ്പറിനാണെങ്കിൽ സീറോ ആയിരിക്കും. സീറോ തന്നെ ആയിരിക്കും. ഒരു നമ്പറിന്റെ കൂടെ സീറോ വന്നാൽ 6 ആയിരിക്കും വരിക. അതായത് പിന്നെ ഒരു മിനിറ്റ് മോനെ, ഒന്നും കൂടെ അൺമ്യൂട്ട് ചെയ്തേ. ആദ്യം 6782 682 തന്നെ വരുമ്പം 0 വരും. 5346 സീറോ വരുമ്പം 5346 വരും. അത് എന്താണെന്നറിയോ? നമ്മള് ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്താല്, ഫസ്റ്റും സെക്കൻഡും എക്സാമ്പിൾ നോക്കിയേ. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 4839. അതിൽ നിന്ന് അതേ നമ്പർ തന്നെ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നേ? 0 കിട്ടും അല്ലേ? That means when a number is subtracted from itself, the difference is 0. ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ, അതേ നമ്പർ മൈനസ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. That is the first property of subtraction. അതിന് തൊട്ട് താഴെ ഒരു സെന്റൻസ് ആയിട്ട് കണ്ടോ? ആ പ്രോബ്ലം തന്നതിന് തൊട്ട് താഴെ, when a number is subtracted from itself, the difference is 0. That means എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി? നമ്മൾ ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ തന്നെ മൈനസ് ചെയ്താൽ, അതേ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്താൽ, the difference will be 0. Okay, that is the first property. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ ആ ഒരു സെന്റൻസ്. എന്നിട്ട് അതിന് നേരെ 1 എന്ന് എഴുതി വെച്ചു. പ്രോപ്പർട്ടി 1. ഓക്കെ, ഇനി തേർഡ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 5346 മൈനസ് 0. നമ്മൾ ഒരു നമ്പറിൽ നിന്ന്, ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ the answer is the number itself. നമ്മൾ ഏത് നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താലോ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. That is the second property. When 0 is subtracted from a number, the difference is the number itself. നമ്മൾ ഏതൊരു നമ്പറിൽ നിന്ന്, എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ the difference will be the number itself. ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. These are the two properties of subtraction. ഏതൊക്കെ properties? First one, when a number is subtracted from itself, the difference is 0. Second one, when 0 is subtracted from a number, the difference is the number itself. രണ്ടാമത്തെ സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി പേജ് നമ്പർ 87 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 87. അതിനകത്ത് കുറെ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കണ്ടോ? കുറെ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കണ്ടോ? അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യണ്ട? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞോ. ഒന്ന് ABCDE. ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾ പറയുന്നത് ഇപ്പൊ നമുക്ക് ക്ലാസ് ടൈമിൽ ചെയ്യാം. നോക്കിയേ, ഏതാ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുന്നേ?
ആദ്യത്തെ 2 3 കുഴപ്പമില്ല ഇല്ലല്ലോ. ഡിഫറൻസ് കണ്ടുപിടിക്കാനാ, സിമ്പിൾ ആയിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാം, മൈനസ് ചെയ്യാൻ. എ കുഴപ്പമില്ല, അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് സബ്ട്രാക്ട്, അതിൽ 6 ഉണ്ട്, അത് 6 കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. ബി സബ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് 6 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സബ്ട്രഹൻഡും മൈനുഹൻഡും എന്താന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ സബ്ട്രഹൻഡ് മൈനുഹൻഡ്? ഓക്കെ, അപ്പൊ ആ ബി ക്വസ്റ്റ്യനില് ആ 6 സബ്ട്രഹൻഡും മൈനുഹൻഡും ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരൂ. Can you find out the subtrahend and minuend? ആരാ പറഞ്ഞിരുന്നേ? Who is ready to answer? എബിൻ. അപ്പൊ എല്ലാരും എബിൻ പറയുന്നത് കേട്ടിട്ട് അതില് സബ്ട്രാഹൻഡിന്റെ മേലെ എസ് എന്ന് എഴുതാം, മൈനുഹൻഡിന്റെ മേലെ എം എന്ന് എഴുതാം. താഴത്തത് സബ്ട്രാഹൻഡും മേലത്തത് മൈനുഹൻഡും. അതൊക്കെ അതല്ല മോനെ മിസ് ചോദിച്ചേ. ആ എക്സൈസ് 2.7 ബി ക്വസ്റ്റ്യൻ കണ്ടോ? സബ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 87 61,453 ഫ്രം 80,001. ആ 2 നമ്പറിൽ ഏതാ സബ്ട്രാഹൻഡ്, ഏതാ മൈനുഹൻഡ്? എങ്ങനെ കണ്ടുപിടിക്കും? ഏതിൽ നിന്ന് ഏതാ കുറക്കണ്ടേന്ന് സൂര്യദേവ് പറഞ്ഞേ. 80,001 ഏതാ? മൈനുഹൻഡ്. 61,453 സബ്ട്രഹൻഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ആ 6 ക്വസ്റ്റ്യനില് ഓരോന്നിന്റെയും സബ്ട്രഹൻഡിന്റെ മേലെ എസ് എന്നും മൈനുഹൻഡിന്റെ മേലെ എം എന്നും ഒന്ന് എഴുതി വെച്ചേ. ആറെണ്ണത്തിലും സബ്ട്രാഹൻഡിന്റെ മേലെ എസ് എന്നോ മൈനുഹൻഡിന്റെ മേലെ എം എന്നോ എഴുതി വെച്ചേ. എഴുതിയോ? അപ്പോ എന്താ സബ്ട്രാഹൻഡ് മൈനുഹൻഡ് എന്ന് പറഞ്ഞാല്? സബ്ട്രാഹൻഡ് ഈസ് ദി നമ്പർ which is subtracted from another. നമ്മൾ ഏത് നമ്പർ ആണോ മൈനസ് ചെയ്യുന്നത്, that is called subtrahend. Then minuend is the number from which the other number is subtracted. നമ്മൾ ഏതിൽ നിന്നാണോ മൈനസ് ചെയ്യുന്നത്, that number is called minuend. എഴുതി കഴിഞ്ഞോ? അപ്പൊ മിസ് പറയട്ടെ, സെക്കൻഡ് വണ്ണില് 68,764 സബ്ട്രഹൻഡോ, നെക്സ്റ്റ് 1 lakh മൈനുഹൻഡോ ആണോ? യെസ്. തേർഡ് വണ്ണില് 71,256 സബ്ട്രഹൻഡ്, 81,000 മൈനുഹൻഡ് ആണോ? Yes. Fourth one, 1,51,048 subtrahend, 8,01,246 minuend. Yes. Fifth one, 21,865 subtrahend, 91,008 minuend. Yes. Next, last one, 52,019 subtrahend,
72,068 minuend. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ സബ്ട്രാക്ടന്റും മൈനുവന്റും കണ്ടുപിടിക്കുന്ന അറിയോ? ഇതിനകത്ത് ഫ്രം എന്നൊരു വേർഡ് കണ്ടോ? ഫ്രം എന്ന് കണ്ടില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ 61,453 ഫ്രം 80,001. നമ്മൾ 80,001 നിന്ന് 61,453 മൈനസ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ഏതിൽ നിന്നാണോ മൈനസ് ചെയ്യുന്നത് അത് മൈനുവന്റും, ഏത് നമ്പർ ആണോ മൈനസ് ചെയ്യുന്നത് അത് സബ്ട്രാക്ടന്റും. അപ്പൊ ഈ ഫ്രം എന്നുള്ള വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തേത് സബ്ട്രാക്ടന്റും രണ്ടാമത്തേത് മൈനുവന്റും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. സബ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രം എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യാം. രണ്ടാമത്തേത് മൈനുവന്റും ആദ്യത്തേത് സബ്ട്രാക്ടന്റും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ തേർഡ് വൺ, സബ്ട്രാക്ട് ആൻഡ് ചെക്ക് യുവർ ആൻസർ. എങ്ങനെയാ നമ്മൾ ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നേ? ഡിഫറൻസ് കണ്ടുപിടിച്ചാല് കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? എബിനും സൂര്യദേവും ദേവാഞ്ജനും അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞേ? ആരാ പറയുന്നേ? നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഓക്കെ, അൽന പറഞ്ഞു. മൈനസ് ചെയ്ത ആൻസറും പിന്നെ താഴെയുള്ള ആൻസറും കൂടെ കൂട്ടി നോക്കണം. കൂട്ടിട്ടോ? കൂട്ടി നോക്കിയിട്ട് എന്ത് കിട്ടുന്ന നോക്കണ്ടേ? ഡിഫറൻസ് കിട്ടുമെന്ന് നോക്കണം. ഡിഫറൻസ് കിട്ടുമെന്നാണോ നോക്കണ്ടേ? അതിന് കറക്റ്റ് വേർഡ് ബൈ വേർഡ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ, അതായത് വലിയ നമ്പർ മൈനുവന്റും ചെറിയ നമ്പർ നമ്മൾ ഏത് നമ്പറാണോ മൈനസ് ചെയ്യുന്നത് അത് സബ്ട്രാക്ടന്റും, കിട്ടുന്ന ആൻസർ ഡിഫറൻസും ആണല്ലോ അല്ലെ? മൈനുവന്റ്, സബ്ട്രാക്ട്, ഡിഫറൻസ്, അങ്ങനെയല്ലേ ഓർഡറിൽ വരുന്നേ. അപ്പൊ നമ്മൾ ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡിഫറൻസും സബ്ട്രാക്ടന്റും ആഡ് ചെയ്താല് മൈനുവന്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വേണം ആൻസർ പറയാൻ. എന്താ പറയണ്ടേ? ഡിഫറൻസും സബ്ട്രാക്ടന്റും ആഡ് ചെയ്യുമ്പോൾ മൈനുവന്റ് കിട്ടുന്നുണ്ടെങ്കിൽ the difference is correct. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അൽന പറഞ്ഞത് കറക്റ്റ് ആണ്. താഴെയുള്ള ഡിഫറൻസ്, ഏറ്റവും നമുക്ക് കിട്ടുന്ന ഡിഫറൻസും അതിന് തൊട്ട് മേലെയുള്ള നമ്പർ, ദാറ്റ് ഈസ് സബ്ട്രാക്ടന്റ്, അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ അതിന് ഏറ്റവും മേലെയുള്ളത് ദാറ്റ് ഈസ് മൈനുവന്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് കറക്റ്റ് ആയിരിക്കും. Okay, then D, find the difference when first one the subtrahend is 34,345 and the minuend is 50,012. subtrahend ഏതാണെന്ന് തന്നിട്ടുണ്ട്, minuend ഏതാണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ അല്ലേ? minuend എന്ന് subtrahend മൈനസ് ചെയ്താൽ മതി. Second one, the minuend is 6,73,005 and subtrahend is 3,48,391. ഇവിടെ subtrahend തന്നിട്ടുണ്ട്, minuend തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ കുഴപ്പമില്ലല്ലോ. എന്താ ബിൻ? ടീച്ചർ ഇത് മൈനസ് ആൻസർ കിട്ടുമെങ്കിൽ എങ്ങനെ മൈനസ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ അതിന്റെ ഡിഫറൻസ് കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് നമ്പർ തന്നാൽ സബ്ട്രാക്ടന്റും മൈനുവന്റും എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ വലിയത് മൈനുവന്റും ചെറിയത് സബ്ട്രാക്ടന്റും ആയിരിക്കും.
അത് നിങ്ങൾ വേണമെങ്കിൽ ടെക്സ്റ്റിന്റെ സൈഡിലൊന്ന് എഴുതി വെച്ചോ. ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ വലിയ നമ്പർ മൈനുവെന്റും ചെറിയ നമ്പർ സബ്ട്രാഹൻഡും ആയിരിക്കും. ടെക്സ്റ്റിൽ എവിടെയെങ്കിലും സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി വെച്ചോ. വലിയ നമ്പർ മൈനുവെന്റ്, ചെറിയ നമ്പർ സബ്ട്രാഹൻഡ്. അങ്ങനെ നോക്കിയാൽ മതി. വലിയ നമ്പർ മൈനുവെന്റും ചെറിയ നമ്പർ സബ്ട്രാഹൻഡും. ആകെ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ആ ക്വസ്റ്റ്യൻ ഏതിനെ ബേസ് ചെയ്തിട്ടാണെന്നറിയോ? നമ്മളിപ്പോ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ, നമ്മള് ആ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് ആ 5th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഗ്യാപ്പ് ഫിൽ ചെയ്യാനാ പറഞ്ഞേ. 2342 മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു 2342. ഒരു നമ്പറിൽ നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് നമുക്ക് അതേ നമ്പർ തന്നെ ആൻസർ കിട്ടുക? എന്താ ആദിദേവ്? 0. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 0. ഏത് നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെ കിട്ടും. അവിടെ എഴുതി വെച്ചോ 0. സെക്കൻഡ് വൺ, ഡാഷ് മൈനസ് 0 is equal to 6478. നിഹാൽ അതിന്റെ ആൻസർ പറഞ്ഞേ. 6478. ഓക്കെ, എന്താ അവിടെ എഴുതണ്ടേ? 6478. അതായത് ഒരു നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെ ആയിരിക്കും ഡിഫറൻസ് കിട്ടുന്നത്. അപ്പൊ 6478 മൈനസ് 0 is equal to 6478. ഇനി തേർഡ് വൺ, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 5462 മൈനസ് 5462. ഷഫി 0. Then fourth one, 0 minus 0. ആരാ പറയാ? ഇതുവരെ പറയാത്തതാരാ? 0 minus 0. ആഷിൻ 0 minus 0. 0നും വാല്യൂ ഇല്ല, 0നും വാല്യൂ ഇല്ല. അപ്പൊ 0 മൈനസ് 0 എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. നമ്മള് സം എസ്റ്റിമേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്, മുന്നത്തെ ക്ലാസ്സില്? ദേവാഞ്ജനക്ക് എന്താ ഡൗട്ട്? ഹോംവർക്ക് അത് ചെയ്യണോ? നോ. ആർക്കൊക്കെ ചെയ്യണം? ആ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ലാസ്റ്റത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒഴികെ ബാക്കി 4 ക്വസ്റ്റ്യൻ ഇല്ലേ, എക്സസൈസ് 2.7, അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് കൈവന്നിച്ചേ. അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ആരൊക്കെയാ? സൂര്യദേവ്, അൽന, സെബ, കൃപ, ഷെഫി, ശ്രീദേവ്, അബ്ദുൽ ബാസിദ്, ആദിദേവ്. നിങ്ങൾക്കൊക്കെ സബ്ട്രാക്ഷൻ ചെയ്യാൻ എത്ര ഇഷ്ടാ? ദേവാഞ്ജന, എബിൻ. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ 2 എണ്ണം മാത്രം ചെയ്താൽ മതി, എയും ബിയും. നാളത്തേക്ക്, നാളെ ക്ലാസ് ഉണ്ടല്ലോ. ഹോംവർക്ക് ആയിട്ട് ആദ്യത്തെ എയും ബിയും അതിന്റെ മാത്രം ആൻസർ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ടെക്സ്റ്റിൽ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിയിട്ട് ആ ടെക്സ്റ്റിൽ എഴുതിയതിന്റെ ഫോട്ടോ മാത്രം അയച്ചാൽ മതി. നോട്ടിൽ കുറെ പേജിൽ എഴുതൂലേ, അതിന്റെ എല്ലാ ഫോട്ടോ എടുത്ത് അയക്കണ്ട. ആൻസർ നോട്ടിൽ കണ്ടുപിടിച്ചിട്ട് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യന്റെ നേരെ ആൻസർ എഴുതി വെക്കുക. എന്നിട്ട് ടെക്സ്റ്റിൽ എഴുതിയതിന്റെ മാത്രം ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. അപ്പൊ ഒറ്റ ഫോട്ടോ മതിയാവൂലേ? അതല്ലേ നല്ലത്?
നോട്ടിലാവുമ്പോ കുറേ പേജിന്റെ ഫോട്ടോ എടുത്ത് അയക്കണ്ടേ? നോട്ടിൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് ടെക്സ്റ്റില് ആ ക്വസ്റ്റിന് നേരെ ആ ആൻസർ എഴുതിയിട്ട് ആ ടെക്സ്റ്റിന്റെ ഫോട്ടോ മാത്രം അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ 2 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ? എസ്റ്റിമേറ്റിംഗ് ഡിഫറൻസ്. ഡിഫറൻസിന്റെ എസ്റ്റിമേഷൻ. എന്താ എസ്റ്റിമേഷൻ? ഓർമ്മയുണ്ടോ എസ്റ്റിമേഷൻ എന്താന്ന്? ഓർമ്മയുണ്ടോ? ആരാ പറഞ്ഞിരുന്നേ എസ്റ്റിമേഷൻ എന്താ? ഇന്ന് ആൻസർ പറയാത്ത ആരെങ്കിലും ഒരാൾ? ഞാൻ പറയാം. ദേവാഞ്ജന പറയണ്ട, എബിൻ പറയണ്ട, സൂര്യദേവ് പറയണ്ട, ഷെഫി പറയണ്ട, ആഷൻ പറയണ്ട, അൽന പറയണ്ട, ആദിദേവ് പറയണ്ട, നിഹാല് പറയണ്ട. വേറെ ആരെങ്കിലും? ആരാ പറഞ്ഞിരുന്ന എസ്റ്റിമേഷൻ എന്താന്ന്? ആഗ്നസ് പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ ഉത്തരമില്ല? ആൻഡ്രോസ് പറയുന്നോ? വാട്ട് ഈസ് എസ്റ്റിമേഷൻ? ഇല്ല. വെരി ഗുഡ്. കൃപ പറയുന്നോ? വാട്ട് ഈസ് എസ്റ്റിമേഷൻ? നിങ്ങൾ ആരും പറയുന്നില്ലെങ്കിൽ ഇവിടെ കുറെ പേര് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പറയാൻ. ശ്രീദേവ് പറയുന്നോ? നോ. സിനാൻ? നോ. വേറെ ആരാ? ആരോൺ? എന്താ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിരുന്നോ? നോ. അബ്ദുൾ ബാസിദ്? നോ. കഷ്ടമുണ്ട് എസ്റ്റിമേഷൻ എന്താന്ന് പറഞ്ഞുതരാത്തത്. ദേവാഞ്ജന അതേ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്താ മോളെ പറഞ്ഞോ എസ്റ്റിമേഷൻ എന്താ? ഏകദേശം ഒരു കണക്ക് പറയുക. യെസ്, ഇത്രേ പറയാനുള്ളൂ. ഇതാണ് എസ്റ്റിമേഷൻ. നാണക്കേടാണേ. ഇപ്പൊ കുറച്ചു മുന്നേ ഒരു 3 ക്ലാസ് മുന്നേ ഞാൻ തോന്നുന്നു നമ്മൾ അഡീഷന്റെ എസ്റ്റിമേഷൻ ചെയ്തല്ലേ? എസ്റ്റിമേറ്റിംഗ് ദി സം. ഒന്ന് മറിച്ചു നോക്കിയ ടെക്സ്റ്റ് ഒരു 2-3 പേജ് മുന്നേ ചെയ്തേ. എസ്റ്റിമേറ്റിംഗ് ദി സം, പേജ് നമ്പർ 81. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നിങ്ങൾ എസ്റ്റിമേഷൻ എന്താന്ന്? അന്ന് ഞാൻ എന്തൊക്കെയോ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞല്ലേ എസ്റ്റിമേഷൻ അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഈ എസ്റ്റിമേഷൻ ചെയ്യുന്നത് സമ്മിൽ മാത്രമല്ല, ഡിഫറൻസിലും ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനിലും ചെയ്യുന്നുണ്ട്, ഡിവിഷനിലും ചെയ്യുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത്. സമ്മില് നമ്മൾ എങ്ങനെയാ എസ്റ്റിമേഷൻ ചെയ്തേ? റൗണ്ട് ഓഫ് ചെയ്തിട്ട് അല്ലേ? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നിയറസ്റ്റ് 10ലേക്കോ നിയറസ്റ്റ് 100ലേക്കോ നിയറസ്റ്റ് 1000ലേക്കോ റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിന്റെ ആ റൗണ്ട് ഓഫ് ചെയ്തതിന്റെ സമ്മ് കണ്ടുപിടിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഡിഫറൻസിന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. തന്നിരിക്കുന്ന 2 നമ്പേഴ്സ്, ആ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യോ, 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യോ, 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യോ. അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് എസ്റ്റിമേറ്റിംഗ് ദി ഡിഫറൻസ്. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും നല്ല കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. ഇത്ര വേഗം നിങ്ങൾ പഠിച്ചൊക്കെ മറന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യും? ഇങ്ങനെ മറന്നുപോയാലേ? ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ചത് ഒന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. കഷ്ടമുണ്ട്. ഇനി മറക്കല്ലേ, അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് തന്നെ പഠിക്കണേ. അത്രയല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. ആകെ ഒരു ദിവസം 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ്. എത്ര സമയമുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ?
ഇല്ല, ഒരുപാട് സമയം കിട്ടുന്നില്ലേ സാധാരണ സ്കൂളിൽ വരുന്നതിനേക്കാളും? ഉണ്ടല്ലോ. അപ്പോ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കാം, പിറ്റന്നത്തേക്ക് വെക്കരുത്. ഹോംവർക്കും അന്ന് തന്നെ ചെയ്യാം. ഒരുപാട് ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പിറ്റേ ദിവസമൊക്കെ ചെയ്താലും കുഴപ്പമില്ല. കുറച്ചുള്ള ഹോംവർക്ക് ഒക്കെ പിറ്റന്നത്തേക്ക് മാറ്റി വെക്കാതെ അന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇന്നത്തെ ഹോംവർക്ക് ചെയ്യാം. എന്താ ബിൻ? അഡീഷണലി സമ്മിലെ ഒരു എക്സാമ്പിൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഏതാ? ഏത് എക്സാമ്പിള്? ടീച്ചർ എനിക്ക് ഒരു ഫ്ലാറ്റില് രൂപയാവുന്ന ശരി. ഒരു കണക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതും വീട് കെട്ടുന്നതൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എസ്റ്റിമേഷൻ സമ്മിന്റെ പറയുന്ന സമയത്ത്. എന്നിട്ടും നിങ്ങൾക്ക് എസ്റ്റിമേഷൻ എന്താന്ന് ഓർമ്മയില്ല. ഇനി ഞാനൊരു കാര്യം ചെയ്യും. ഇനി ഡെയിലി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് റിവിഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ടേ ഞാൻ ക്ലാസ് തുടങ്ങും. റെഡിയാണോ? അത് തൊട്ട് മുന്നത്തെ ക്ലാസ്സിലെടുത്ത മാത്രമല്ല, ഒരാഴ്ച മുന്നേ എടുത്തത് വരെ ഞാൻ ചോദിക്കും. ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇമ്പോസിഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് മുതൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് കയറും അല്ലേ? അതൊന്നും പറ്റൂല. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറിയാൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ കേട്ടു. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് മുതൽ അങ്ങനെ ചെയ്യാം. എന്നാ നിങ്ങൾ പഠിക്കുമല്ലോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടോ. എല്ലാവരും ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്യണേ. നാളെ കാണാം. ബൈ. എന്താ ദേവാഞ്ജനക്ക് എന്താ പറയണ്ടോ? എന്താ? മിസ് എനിക്ക് രാത്രിക്ക് ഇട്ടാൻ പറ്റും. അമ്മ ഓഫീസിൽ പോയിട്ടല്ലേ. അത് സാരല്ല, രാത്രി ഇട്ടെന്നാ മതി. ഓക്കെ, ബൈ.